ആരോഗ്യ ശുചിത്വ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് 56.52 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന പിറവം നഗരസഭ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ടോമി അവതരിപ്പിച്ചു. ടൗണിലെ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനും മറ്റ് മാലിന്യ സംസ്കരണ പദ്ധതികൾക്കുമായി 1 കോടിയിലധികം രൂപ നീക്കിവെച്ച ബഡ്ജറ്റിൽ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനും മരുന്നുകൾക്കുമായി വലിയ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾക്കാണ് പിറവം നഗരസഭ വിഭാവനം ചെയ്യുന്നത്. ആരോഗ്യ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് പിറവം നഗരസഭയുടെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 56 കോടിയോളം രൂപ വരവും 54 കോടിയോളം രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ടോമി അവതരിപ്പിച്ചു. 1.57 കോടി രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ഈ ബഡ്ജറ്റിൽ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ മുൻഗണനയാണ് നൽകിയിരിക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പിറവം നഗരസഭയുടെ ബജറ്റ് ഇന്ന് ഈ കൗൺസിലിന് മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കും നഗരത്തിന്റെ വികസന ആവശ്യങ്ങൾക്കും അനുസൃതമായ ദിശാബോധമുള്ള ഒരു ധനകാര്യ ആസൂത്രണ രേഖയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സമതുലിതമായ വളർച്ച, സാമൂഹ്യനീതി, തൊഴിൽ സൃഷ്ടി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയാണ് ഈ ബജറ്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ. ഈ ധനകാര്യ ആസൂത്രണ രേഖയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: സുസ്ഥിര നഗര വികസനം. പിറവത്തെ ശുചിത്വപരവും ആധുനികവുമായ നഗരമായി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി പ്രധാന റോഡുകളും ഉൾവഴികളും നവീകരിക്കൽ, സ്ട്രീറ്റ് ലൈറ്റ് പൂർണ്ണമായും LED സംവിധാനത്തിലേക്ക് മാറ്റൽ, കുടിവെള്ള വിതരണ ശൃംഖലയുടെ വികസനം, പാർക്കുകളും പൊതുസ്ഥലങ്ങളും നവീകരിക്കൽ, പൊതുകെട്ടിടങ്ങളുടെ നവീകരണം. മാലിന്യ സംസ്കരണത്തിനായി ആകെ 1,16 ലക്ഷം രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 60 ലക്ഷം രൂപ ടൗണിലെ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനായും 40 ലക്ഷം രൂപ കണ്ണീറ്റുമലയിലെ വിവിധ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കുമാണ്. ആരോഗ്യ മേഖലയിൽ താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ്, പ്രൈമറി, സെക്കൻഡറി വിഭാഗങ്ങൾക്കായി 22 ലക്ഷം രൂപയും മരുന്ന് വാങ്ങുന്നതിനും ലാബ് സൗകര്യങ്ങൾക്കുമായി 61 ലക്ഷം രൂപയുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കൊമ്പനാമലയിൽ അമൃത് പദ്ധതി പ്രകാരം 5.38 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കുടിവെള്ള ടാങ്ക് നിർമ്മിക്കാൻ 8 കോടി രൂപ നിലവിൽ ലഭ്യമായിട്ടുണ്ടെന്ന് ബഡ്ജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കി. നഗരാസൂത്രണത്തിന്റെ ഭാഗമായി ഓടകളുടെ അറ്റകുറ്റപ്പണികൾക്കും ചിൽഡ്രൻസ് പാർക്ക് നവീകരണത്തിനുമായി 86 ലക്ഷം രൂപയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കായി 2 കോടി രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിക്കുന്ന വികസന കാഴ്ചപ്പാടാണ് ബഡ്ജറ്റിലുള്ളതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ പറഞ്ഞു. നമ്മൾ ഇതിനു മുമ്പായി ബജറ്റ് അവതരണത്തിന് മുമ്പായിട്ട് വാർഷിക പദ്ധതി ജനപ്രിയമാക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. വർക്കിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, വർക്കിംഗ് ഗ്രൂപ്പുകളിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തി ആ പദ്ധതികളിൽ നിന്നും കിട്ടിയ ചർച്ചകൾക്ക് ശേഷം കിട്ടിയ എല്ലാ പദ്ധതികളും 16 വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും കിട്ടിയ എല്ലാ പദ്ധതികളും അതിൻ്റെ അകത്ത് ഏറ്റവും ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് ബോധ്യപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു കരട് വികസന രേഖയുണ്ടാക്കി. പക്ഷേ പിറവം മുനിസിപ്പാലിറ്റി നമ്മൾ സമർപ്പിച്ച അന്തിമ പദ്ധതി രേഖ അത് വായിച്ചു നോക്കിയതിനു ശേഷം യാതൊരു കറപ്ഷനോ തെറ്റുകുറ്റങ്ങളോ കാണാതെ ഒരു ചെറിയ ഒരു വാക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ തിരുത്താതെ നമ്മൾ കൊടുത്ത പദ്ധതി രേഖ അതുപോലെ തന്നെ അംഗീകരിച്ചു എന്ന് പറയുന്നത് പിറവം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അരുൺ കല്ലറയ്ക്കൽ, ജിൻസി രാജു, ജെയ്സൺ പുളിക്കൽ, വത്സല വർഗീസ്, അഡ്വക്കേറ്റ് ഷിബു തോമസ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജൂലി സാബു, ജെസി തോമസ്, ഉണ്ണി വല്ലയിൽ, VD പ്രതാപൻ, മറ്റ് കൗൺസിലർമാർ, സെക്രട്ടറി പ്രകാശ് കുമാർ V, മറ്റ് ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.